listen here. I am continuing this one. Listen. Okay. What we did? What was the equation? Tell me. What was the polynomial I gave you? Y square plus 5y plus 6. Am I right? Now Yes. split in the middle term. I told you. Middleman is y. This is the middleman. So I am doing here. This is 5y. I told you 3 plus 2, 4 plus 1. But അത് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആവണം. ഇവിടെ 6 ഉണ്ട്. 4 into 1 6 അല്ല. അപ്പൊ നമ്മൾ ഇവിടെ 5 is equal to 3 plus 2. Now ഈ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നോക്കി. 6 is equal to 3 into 2. അപ്പൊ ഇത് രണ്ടിന്റെയും ഫാക്ടർ നമ്മൾ കിട്ടി. അതായത് ഈ 6നെ ഫാക്ടറൈസ് ചെയ്തു. 3 into 2 6 ആണ്. 6 into 1 ഒന്നും എടുക്കണ്ട. ഇവിടെ 5 നമ്മൾ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം നമ്മൾ ചെയ്യുന്നു. സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം. സ്പ്ലിറ്റിംഗ് വേറൊന്നും നോക്കണ്ട. മിഡിൽ ടേം എംടി എന്ന് പറഞ്ഞ മിഡിൽ ടേം. അപ്പൊ അത് ഇങ്ങനെ എഴുതിക്കൂടെ? y സ്ക്വയർ പ്ലസ് വാട്ട് ഐ ആം റൈറ്റിംഗ് മിഡിൽ ടേം ഐ ആം സ്പ്ലിറ്റിംഗ്. എന്ത് എഴുതാനാ? വെരി ഗുഡ്. 3 plus 2 y എഴുതണം കേട്ടോ. ബിക്കോസ് പോളിനോമിയലും y. 6 ഒന്നും ചെയ്യരുത്. 6 VIP. മിഡിൽ മാൻ മാത്രം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം. മനസ്സിലായോ? അതുവരെ മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മളെ പ്രശ്നം കഴിഞ്ഞു. നമുക്കറിയാം ഇതിന്റെ വേരിയബിൾ ഏതാണ്? y അല്ലേ? y. ഈ y ഏതൊരു ബോക്സ് വൈന്റെ ഒപ്പരം എല്ലാം പ്ലസ് ആയതുകൊണ്ട് നമ്മൾ y എഴുതി. എക്സ് ആണ് എക്സ് എഴുതണോ? y എഴുത. ഇത് ബോക്സ് പ്ലസ് കൊടുക്കുക. ഇവിടെയും പ്ലസ്. നിന്റെ 2 ബാഗ് ഉണ്ട്. അല്ലെ നീ ഷോപ്പിൽ പോകുമ്പോ ഇപ്പം പ്ലാസ്റ്റിക് ഒന്നും പറ്റില്ലല്ലോ. ബാഗ് കൈ പിടിച്ചു. നമ്മള് തുണിന്റെ ബാഗ് എന്തെങ്കിലും കൈ പിടിച്ചു. അത് 2 ബാഗിലും ഓരോന്ന് എടുത്തിടാം. ഇവിടെ 3 കണ്ടില്ലേ? ഈ 3നെ ഇങ്ങോട്ട് എടുത്തിട്ടു. y plus 3. പിന്നെ ഇവിടെ എന്തുണ്ട്? 2. ആ 2നെ ഈ ബാഗിലും കൊടുത്തു. ആ ബാഗ് 2 ക്ലോസ് ചെയ്തു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. അത് തന്നെയാണ് ഫാക്ടറൈസേഷൻ. y plus 3 into y plus 2. ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. ഇതാണ് ഫാക്ടറൈസേഷൻ. സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം ഉപയോഗിച്ചിട്ട് നമ്മൾ y സ്ക്വയർ പ്ലസ് 5y പ്ലസ് 6. ദാറ്റ് മീൻസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മാത്രം നമ്മൾ ശ്രദ്ധിച്ചത്. പക്ഷെ അതിന്റെ ഒപ്പം 6ഉം കിട്ടണം. അപ്പൊ 5നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അതായത് 6ന്റെ ഇത് നോക്കുകയാണ്. 6 3 into 2 6. 6 into 1 6. പക്ഷെ അതൊന്നും നമുക്ക് പറ്റില്ല. കാരണം 6 plus 1 5 അല്ല. അപ്പൊ 3 plus 2 5. യെസ് സർ. 3 and 2 ആണ്. 3ഉം 2ഉം. 3 plus 2 5. y സ്ക്വയർ പ്ലസ് 3 plus 2y plus 6. ഇത് എക്സാക്ട്ലി സെയിം എന്നല്ലേ ഇത്? y സ്ക്വയർ പ്ലസ് 5y. ശരിയല്ലേ? 5y 3 plus 2. ഇനി എന്ത് ചെയ്യാ? നിന്റെ അടുത്തില്ല, നീ മാർക്കറ്റ് പോവാണ്. നീക്ക് ഇതാ വാങ്ങേണ്ടത് 5 kilogram. അപ്പൊ എന്ത് ചെയ്തു? അത് 3 plus 2 മിക്സ് ചെയ്തു. 3 plus 2 എന്നിട്ട് ഒരു ബാഗിൽ y ഉണ്ടാവട്ടോ. ബിക്കോസ് y ദാ വാരിയബിൾ y എഴുതാ. ഈ ബ്രാക്കറ്റ് ഇട്ടത് കോമൺ ബ്രാക്കറ്റ് അന്ന് പറഞ്ഞിരുന്നു. കോമൺ ബ്രാക്കറ്റ് കേർലി ബ്രാക്കറ്റ് ഒക്കെ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നാണ്. ഈ കോമൺ ബ്രാക്കറ്റ് ഇട്ടു. ഇനി ഇവിടെയും 2 സഞ്ചിയിലും ഇടാം. 3 into y plus 2 y plus 3. അതാണ് ഫാക്ടറൈസേഷൻ. അല്ലാതെ വലിയ ആനക്കാര്യം ഒന്നുമല്ല. നീ മാർക്കറ്റ് പോകുമ്പോ 2 ബാഗ് എന്റെ കയ്യിലുണ്ട്. ഈ 2ലും അരി നിറക്കുക. 5 കിലോഗ്രാം 3 plus 2. ഒരു 10 kilogram ആണ് 8 plus 2 ഒക്കെ നോക്കാൻ നമുക്ക് അല്ലേ? പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നോക്കണം. അങ്ങനെ ഉണ്ട്. അപ്പൊ നോക്ക്, നമ്മൾ ഏതാണ് ഇത് ഉപയോഗിച്ചാലോ നമ്മള് which identity we use? Same identity. S square plus a plus b into x plus, tell me, ab. That is equal to, ഇതാ തന്നിരിക്കുന്നത് s square a plus b. ഇതാ ഇവിടെ 3 plus 2. ഇതാ തന്നത് y square plus 3 plus 2.
നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അത് എന്ത് കിട്ടി? വാട്ട് വാസ് ഇറ്റ്? എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി. കാരണം എ പ്ലസ് ബി നമ്മൾ കിട്ടിയില്ലേ? വാട്ട് ഈസ് എ പ്ലസ് ബി? 3+2. അപ്പൊ എക്സ് പ്ലസ് എന് പകരം എക്ക് പകരം 3യും ബിക്ക് പകരം 2യും കൊടുത്താൽ പ്രശ്നം തീരും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം ഉപയോഗിച്ചിട്ട് പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അറിയാം, ഇതില് എ സ്ക്വയർ അല്ല, എസ് സ്ക്വയർ, ജനറൽ ഫോം ഓഫ് ദി എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ല, ബി വൈ പ്ലസ് സി. ഇതാണ് പോളിനോമിയൽ, ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ഇത് എ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി വൈ പ്ലസ് സി. ഇവിടെ എന്താണ്? 1 ഇൻറ്റു കൊടുത്താൽ മതി. 1 ഇൻറ്റു 1 ആണ്. അതിന് നിങ്ങൾ ഏറ്റവും സുഖം ആദ്യമായിട്ട് ഇത് എഴുതാം. റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് എ, ആദ്യം സോറി, എ സ്ക്വയർ ബി സ്ക്വയർ എവറിത്തിങ് ഹിയർ വാട്ട് ഐ ടോൾഡ്. ഇത് മനസ്സിലാക്കണം, ഇതിൽ നിന്നാണ് ഇത് വരുന്നത്. റൈറ്റ് ദ general form of a quadratic polynomial. General form. Quadratic polynomial ato. General form of quadratic polynomial. Here we know general form is a square plus by plus c is equal to 0 എന്ന് പറയരുത്. This is a quadratic polynomial. This is px. I can say polynomial px. px is equal to. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത് എക്ക് 1 കൊടുക്കുകയാണ്. a is equal to 1. അപ്പൊ എന്തായി നമ്മൾ ചെയ്യുന്നത്? എസ് സ്ക്വയർ, 1 ഇൻറ്റു എസ് സ്ക്വയർ, എസ് സ്ക്വയർ അല്ലേ, പ്ലസ് ബി വൈ പ്ലസ് സി. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പി എക്സ് ഈസ് ഈക്വൽ ടു, ആര് ചോദിച്ചാലും വാട്ട് എവർ ബി ദ ജനറൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ, ടെൽ റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. പി എക്സ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി. ഇവിടെ തെറ്റിച്ചു. ഇവിടെ എന്താ തെറ്റ് ഞാൻ പറ്റിച്ച് പറയാൻ പറ്റുമോ? എ സ്ക്വയർ പ്ലസ് ബി വൈ, എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എ സ്ക്വയർ പ്ലസ് general form of a quadratic polynomial I am talking about, a square plus bx plus c. x ലാവുമോ x വേണം, y ലാവുമോ y, a square plus bx plus c, a square plus bx plus c. But what we can say, s plus a and s plus b അല്ലെ, അതിലെ പോലെ എസ് പ്ലസ് എ ഇൻറ്റു, ഇത് നമ്മളെ മൈൻഡിൽ വേണം എപ്പോഴും. എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി എന്താണ്? എസ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ. അഡീഷൻ, ആഡ് ചെയ്യുക, 2 എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആഡ് ചെയ്ത് എന്താ നോക്കിയാൽ നമുക്ക് എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ചെയ്താൽ മതി. എസ് പ്ലസ് എ, എക്സ് എക്സ് തന്നെയല്ലേ, അതിലേക്ക് ആ സഞ്ചിയിൽ ഇട്ടാൽ മതി. നോക്കി, എ സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി ഇസ് ഈക്വൽ ടു ബി എക്സ്, എ ഇസ് ഈക്വൽ ടു 1, ദാറ്റ് മീൻസ് എ സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എഴുതി, എ സ്ക്വയർ പ്ലസ് bs plus c. ടെസ്റ്റിലുള്ളത് ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാവില്ല. അവിടെ എ സ്ക്വയർ പ്ലസ് എൽ എക്സ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. എൽ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഈ എ പ്ലസ് ബിന് പകരം ടെസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇവിടെയാണ്.
ഇന്ന് ഞാൻ A1 ആക്കി എടുത്തത്. ടുമോറോ ഇൻഷാല്ലാ വി ക്യാൻ ടേക്ക് A2, 3 like that. Now look here. I am writing this one in textbook AS square. According to the textbook I am writing. അവിടെ കൺഫ്യൂഷൻ ആയിട്ട് കാണുമോ സാർ ഇതെന്താ ഇങ്ങനെയാണോ ചിന്തിക്കരുത്. AS square. Okay. AS square plus BX ന് പകരം LX ന്റെ ടെക്സ്റ്റ് ബുക്ക് ആണത്. Into what is that? AS square plus BS plus C. Okay. AS square plus LS plus C. ഞാൻ എന്ത് മിനിമൈസ് ചെയ്തു എഴുതണ്ട, ടെസ്റ്റിലുണ്ടത്, നീ വായിച്ചാൽ കാണും. ഈ A ഞാൻ എന്ത് കൊടുത്തു? 1 ആയി കൊടുത്തു അല്ലേ? എല്ലിന് പകരം A പ്ലസ് ബി കൊടുത്തു. കാരണം എൽ അഡീഷൻ ആണ്. ഇതാണ് A പ്ലസ് ബി. നമ്മളെ ജനറൽ ഫോമുലേക്ക് ഐഡന്റിറ്റി പോകുന്നത്. ഫോമുല ഐഡന്റിറ്റി അല്ല, ദർ ഇസ് എ ഡിഫറൻസ്. A പ്ലസ് ബി, എ ബി സി. അപ്പം ഇൻ ഷോർട്ട് അഗെയിൻ ഐ റൈറ്റിംഗ് A square plus BS plus C. That is our polynomial Px. How can we split the middle term? I know an example of young Chedu. Tell me what is the example? But J the example is that y square plus 5y plus 6. 5y plus 6. അല്ലേ? അതിന്റെ പെട്ടെന്ന് ഇപ്പൊ ചെയ്യാൻ പറ്റും. Y square plus 5 എന്ത് ചെയ്തു? 3 plus 2 അല്ലേ? ചെയ്യണം. 3 plus 2y. 6 തൊടരുത് കേട്ടോ. We are splitting the middle term. മറ്റേ VIP പറഞ്ഞു y സ്ക്വയറിന് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഡോണ്ട് ടച്ച്. They are VIP. അണ്ടർസ്റ്റാൻഡ്? അവരെ ടച്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് നമ്മളെ സംഭവങ്ങളിൽ ചെയ്യുന്നത്. ഇത് നന്നായി മനസ്സിലായി. കാരണം 8ൽ ഉണ്ടായിരുന്നു, 9th ഇത് 10th ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത്. അതിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് ടൈം എടുത്ത് പഠിക്കാം. 3 plus 2. ഇനി ഇവിടെ എന്താണ്? നിന്റെ അടുത്ത് 2 ബാഗ് ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യു ഹാവ് 2 ബാഗ്സ്. ആ ബാഗിൽ എന്താ? ഓൾറെഡി y ഉണ്ട് അല്ലേ? അതെന്ത് ബാഗാണ്? y ഉണ്ട്. മോനെ ഇതിലേക്ക് ഇനി അരിയോ പഞ്ചസാരയോ ഒക്കെ വാങ്ങിക്കൊണ്ടുവരും. 5 കിലോ ആണല്ലേ? y plus 3, y plus 2. ശരിയല്ലേ? ഇനി 3 or 4 മാർക്ക് കിട്ടി. ഇതാണ്, വേറെ ഒന്നുമില്ല. സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം. ദിസ് ഈസ് സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം. ഇപ്പൊ മിഡിൽ ടേമിന് വരുന്ന തന്നെ ഈ 6ന് വരുന്ന. അതെ, കോയിഫിഷ്യന്റ് ഇല്ലേ എക്സിന്റെ അല്ലെ വൈന്റെ കോയിഫിഷ്യന്റ് 5 അല്ലേ? ആ 5 സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ സ്പ്ലിറ്റ് ചെയ്യുമ്പോ ഇവിടെ ഇയാളെ നോക്കണം കേട്ടോ, അല്ലെ കച്ചറ ഉണ്ടാക്കും. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന 3 into 6 കിട്ടും അല്ലേ? അതിനെന്താ? ഈ 6ന്റെ ഫാക്ടേഴ്സ് എടുക്കും എപ്പോഴും. 6ന്റെ ഫാക്ടേഴ്സ് എന്താ? 6 into 1 അല്ലേ? പിന്നെ 3 into 2 ഇല്ലേ? 6 into 1. അപ്പൊ 6 plus 1 5 അല്ല, 6 plus 1 7 ആയി പോകും അല്ലേ? നമുക്ക് 5 കിട്ടണം. മൾട്ടിപ്ലൈ. ഇത് ഒരു എന്താ പറയാ, ഒരു ബ്രെയിൻ ക്വസ്റ്റ്യൻ ആണ്. think 2 numbers. Multiplication is 6, addition is 5. 2 നമ്പർ, നമുക്ക് 2 നമ്പർ വേണം. അത് മൾട്ടിപ്ലൈ ചെയ്താൽ 6 വേണം. 6 into 1. പക്ഷെ ആഡ് ചെയ്താലോ 5 വരണം. അപ്പൊ 6ഉം 1ഉം ആഡ് ചെയ്താൽ 5 അല്ല, തെറ്റാണ്. 3 into 6, 3 plus 2 5. അപ്പൊ അതാണ് നമ്പർ. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 3 plus 2 ഇങ്ങനെ എഴുതണം. ബിക്കോസ് അവർ വർക്ക് ഈസ് സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം. സ്പ്ലിറ്റ് ചെയ്തില്ലേ? ഇനി എന്ത് ചെയ്യാ? ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. 2 ബാഗ് ഉണ്ട് എന്റെ കയ്യിൽ. ആ ബാഗിൽ ഓൾറെഡി എന്തിന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ എന്താ ചെയ്തത്? ബാഗിൽ എന്തല്ലേ? ആ വൈ ഓർ എക്സ് അതിൽ ഉമ്മട്ടുണ്ട്. കാരണം കാർഡൊക്കെ ഇടുന്ന മാതിരി അതിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? അത് വേരിയബിൾസ് അതിൽ നിനക്ക് പറ്റൂല വാങ്ങാൻ. വേരിയബിൾസ് വാങ്ങാൻ കിട്ടൂല. അപ്പൊ നീ വാങ്ങിയ അരി പഞ്ചസാരയും ഒക്കെ 3, ഒന്നിലാ പഞ്ചസാര ഇടുക, ഒന്നിലാ അരി ഇടുക.
അല്ലെങ്കിൽ ഒന്നിന് സോപ്പ് ഇടുക, ഒന്നില് അരി ഇടുക. സോപ്പ് അരിയും പാടെ ഒന്നിലിടരുത് കേട്ടോ, സ്മെല്ല് ചെയ്യും അല്ലെ, അമ്മയുടെ അടി കിട്ടും. അത് കാരണം 2 സഞ്ചി. അപ്പൊ y+2. ഇത് മനസ്സിലായെങ്കിൽ ഇനി 2-3 എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ആർ യു ഫോളോയിങ്? Yes. Now listen here. ഒന്നും കൂടി നമ്മൾ ഫസ്റ്റ് പേജ് ഞാൻ തരാണ്. ഫസ്റ്റ് പേജ് ഒന്നുകൂടി ലിസൺ ചെയ്യും. y² + 5y + 6 split in the middle term. അതൊക്കെ പറഞ്ഞു. a² + by + c ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മളിപ്പം ചെയ്ത് a² + by അല്ല കേട്ടോ, മിസ്റ്റേക്ക് വരുമ്പോൾ bx. മെൻഷൻ ചെയ്യണം. Okay. a² + what is this? bx. bx, very good, plus c c. is equal to 0 എന്ന് എഴുതിയത് അത് നെക്സ്റ്റ് ഇയർ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എഴുതാം. ഇപ്പൊ അത് എഴുതാ പോയി. ഓക്കെ, മിസ്റ്റേക്ക് വരുമ്പോ നീ മെൻഷൻ ചെയ്യണം. യു ഹാവ് ടു മെൻഷൻ. സോ y+3, ഇത് y ആയതുകൊണ്ട് y+3. Now listen, I told you this is 3 into 2. ഇനി ഒരു എക്സാമ്പിൾ, വേറെ എക്സാമ്പിളിലേക്ക് പോകാം. Listen, another example. Second example. Can you tell me one example? a² x എന്ന് എടുത്താൽ മതി, അല്ലെ m എടുത്താൽ മതി. m² plus m² plus. Suppose I am writing here 4. Sorry. You can make question. I am making question. Suppose here 6. What I have to write here? 6m. Am I right? Yes. Plus I am writing here 8. How can you factor this one? Try. Pm is equal to, this is your Pm, polynomial on mango or monkey. I like m always. You like mango or not? Yes, Alec. Okay, fine. m² plus 6m plus 8. Which is the middle term? 6m. 6m is the middle term. Please do. With the middle term. Now third question also I am writing here. y² minus, be careful, Hello? yes. Uh. Second question you did or not? I am waiting for you. 4 and 2. Okay. Sir? Which are the number? You are right. 4 and plus 4 plus 2. Very good. 4 plus 2. M plus 8. 8. You see, 6. 3 plus 3 is 6. Why you write 4 plus 2? 4 plus 2 is 6. 4 into 2 is 8. Very good. 4 into 2, 8. 4 into 2, 8 we have to see. Correct or not? Yes. 3 plus 3, 3 into 3, 9 ആയിപ്പോയി. That is why. So, നീ എന്റെ ബാഗ് ഓപ്പൺ ചെയ്യും. ബാങ്കിൽ ഇപ്പൊ എന്തല്ലത്? ഒരു ബാഗില് m ഉണ്ട്. ഇനി ഒക്കെ പ്ലസ് ആകുമ്പോ പ്ലസ് എഴുതിക്കോ. പ്ലസും plus 2. ഇത് എടുത്ത് എഴുതിയാ പോരെ? Plus m plus 4 into m plus 2. m plus 2. അത് വായിക്കാം. m plus 4 into m plus 2. ഇത് എവിടെ ഹാർഡ് ഉണ്ടോ? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കാരണം 2 ബാഗിലും ആ വേരിയബിൾസ് ഓരോ ബാഗിലും ഇട്ടുണ്ട്. Then you have to split the middle term. അല്ലാതെ split in the middle term എന്താ സാർ? split in the middle term ഏതാ middle term? middle man, you understood? How can we split? അപ്പൊ നമുക്ക് ലോജിക്കലായി ചിന്തിക്കണം. ഒരു സംഖ്യന്റെ മൾട്ടിപ്ലൈ, 2 നമ്പേഴ്സ് ഫാക്ടേഴ്സ്
മൾട്ടിപ്പിൾ ചെയ്താൽ 8ഉം അതിന് ആഡ് ചെയ്താൽ 6ഉം. ഏതാ നമ്പർ? 3 plus 3 അല്ല, 5 plus 1 അല്ല. 5 plus 1 6 we know, but 5 into 1 8 അല്ല. അപ്പൊ 4 plus 2 ആ 8 നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. 8 4 into 2. So we got that. Now another example, minus is coming. What to do? Minus വന്ന എന്ത് ചെയ്യും? ഇവിടൊക്കെ പ്ലസ് അല്ലേ വന്നത്, ഇനി മൈനസ് വന്ന എന്ത് ചെയ്യും? ബി കെയർഫുൾ. കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ചൊന്ന് വിജിലന്റ് ആവണം. മൈനസ് ഡേഞ്ചറസ്. ഐ ടോൾഡ് യു ഓൾവേസ് മൈനസ്. ഐ ഡോണ്ട് ലൈക്ക് മൈനസ്. നൗ ലിസൺ ഹിയർ. y square minus minus 4y, then again minus, because multiplication minus into plus, something like that. Minus $40. No. Here plus 4 minus 40. Okay. ഇതെങ്ങനെ ചെയ്യാം? y square plus Hmm. 4 minus 40. No. 4 minus 40 is not 4. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്. 6 minus 8 അല്ലല്ലോ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യും? മിഡിൽ ടേം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം 40 എടുക്കാം. 40 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്ക്. പ്രൈം ഫാക്ടറൈസേഷൻ. ഇവിടെ ചേഞ്ച് വരുത്തണം. 4 പകരം 6 ആക്കി. 6. This is 6. Yes, 6y. അപ്പൊ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. 6 60. Wait. Six minus 40. 40 we had to get. Multiplication. അതിനേക്കാൾ ഈസി ആയിക്കോട്ടെ ആദ്യം തീർന്നത്. ഇപ്പൊ ഇവിടെ വെയിറ്റ് മൈനസ് ഇത് here plus y. Nothing is the y only. Plus y. Then minus 12. Minus 12. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ 12 വരണം, 40 അല്ല. 12 we have to factorize. 12 factorize ചെയ്ത് എന്ത് വരും? പ്രൈം ഫാക്ടേഴ്സ് 12 എങ്ങനെ കിട്ടും? 2
ഇവിടെ 1 into y ആട്ടോ. y means 1 into y അല്ലേ? 1 ആണ് ഇവിടെ കിട്ടേണ്ടത്. 1y. ഇവിടെ 12. 12, can I say 3 into 4? Yes. 3 into 4. But what is 3 plus 4? 3 plus 7. 7. അപ്പൊ നമുക്ക് 1 ആണ്. അപ്പൊ നമ്മൾ സൈൻ അഡ്ജസ്റ്റ് ചെയ്യണം ഇവിടെ. -3 into 4, that is -12. Then tell me -3 plus 4. What is -3 plus 4? Can I say that is 4 minus 3? -3 plus 4 means 4 minus 3. That is 1. അല്ലേ? 1. Find the difference and put the big number sign. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. y square plus, ഇവിടെ ശ്രദ്ധിക്ക് ശരിക്ക്, ഹാർഡ് ക്വസ്റ്റൻ. Here 1 is equal to 4 minus 3 നമുക്ക് എഴുതാം. 4 minus 3 1 അല്ലേ? 4 into 3 minus y, then minus 12. നമ്മളെ പ്രശ്നം തീർന്നു. നമ്മളെ സഞ്ചിയിൽ വെക്ക y ഉണ്ട്, പക്ഷെ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. സഞ്ചിയിൽ പ്ലസും മൈനസും ഉണ്ട്. ഇവിടെ 4ന്റെ സൈൻ എന്താ? പ്ലസ് 4 അതിന് കൊടുത്തു. അടുത്ത സഞ്ചിയിൽ -3 അല്ലേ? -3 അവിടെയും കൊടുത്തു. പ്രശ്നം തീർന്നു. അതായത് ഇവിടെ മൈനസും പ്ലസും വന്നു. ഇതുവരെ പ്ലസ് മാത്രമേ ഉണ്ടായിരുന്നു, അവിടെ പ്രശ്നമില്ല. ഇവിടെ എവിടെയെങ്കിലും കൺഫ്യൂഷൻ പറയും. y square plus y minus 12. For our convenience, what I wrote here, this is 1y. 1y ഞാൻ ചെയ്താണ്, എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. y means 1y. by is equal to എഴുതിക്കോ. by is equal to y square plus y minus 12. Then ഈ സ്റ്റെപ്പ് എഴുതിയാൽ മതി. Are you following or not? ഹലോ, മനസ്സിലായോ? അപ്പൊ സ്റ്റെപ്പ് എഴുതിക്കോ. ഓക്കെ. If you completed this one, മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് ഞാൻ തരാം. നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. Ps is equal to s square minus 6x plus 9. Be carefully. Okay. S square minus 6s plus 9. This is the second question. Here, a little bit hard question, this one, because minus is there, here plus is there. Before also plus and minus, but here minus and plus. So can you try this one? Which is the middle term? 6x. No, minus 6x. അല്ലേ? ഈ -6 ആണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുക. -6.
രണ്ട് സംഖ്യകൾ ആഡ് ചെയ്താൽ -6 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് കിട്ടണം? 9. അതായത് A+B, നമ്മൾ ഐഡന്റിറ്റി ഓർത്താൽ A+B -6 വരണം. A × B, കാരണം നമ്മൾ ഐഡന്റിറ്റി A+B A-B ആയിരുന്നു. S + A × S + B is equal to S square. Remember that. S square plus A plus B X plus AB, that is equal to S plus A into S plus B. ഇതാണ് ഐഡന്റിറ്റി. ഇത് നമുക്ക് കിട്ടേണ്ട S plus A, because mother is ഇതില് സഞ്ചിയിൽ തന്നു XX അവിടെ ഉണ്ട്. ഇവിടെ പ്ലസ് ആയിരുന്നു, പക്ഷെ അവിടെ മൈനസ്. കടുങ്കഥ മാതിരിയാണ്. രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ -6 കിട്ടണം. അത് ഗുണിച്ചാലോ 9 കിട്ടണം. ഏതാ സംഖ്യകൾ? 2 plus 3. Okay, 2 plus 4 6. No, 3 and you are right. 3 and 3. Okay, 3 plus 3 6. പിന്നെ -6 കിട്ടണം. -6 കിട്ടണ്ടേ? 3 plus 3 plus 6 അല്ലേ? Yes, you are coming to the point. നീ ചിന്തിക്കുന്നുണ്ട്, അതന്നെ വേണ്ടത്. That is good. Now you are thinking. 3 plus 3, അത് -3 കൊടുത്തു നോക്കൂ, എന്താ സംഭവിക്കുക? ശരിയല്ലേ? സപ്പോസ് ഞാൻ കിട്ടിയ -3. What is -3 into -3? -3 into -3? 9. Correct or not? Yes. What is -3 plus -3? That is -6. നമ്മുടെ പ്രശ്നം തീർന്നു. ഇനി അതൊന്ന് ചെയ്യ്. ഡു ദിസ് സ്ക്വയർ ചെയ്യിപ്പം തന്നെ. സ്ക്വയർ X square S square plus -3 plus -3. Bracket ഇട്ടേ. ഇനി ബ്രാക്കറ്റ്, വലിയ ബ്രാക്കറ്റ് ഇടാ. നമ്മള് കോമൺ ബ്രാക്കറ്റ് പഠിച്ചിട്ടുണ്ട്. X plus 9 minus. ഇത് എളുപ്പം എന്റെ അഭിപ്രായം. നിന്റെ സഞ്ചി ഓപ്പൺ ചെയ്യ്. X മൈനസ്, രണ്ടും മൈനസ് അല്ലേ? X മൈനസ്, രണ്ട് സഞ്ചിയിൽ എന്താ ഇടണ്ടേ? -3. ആൻസർ കിട്ടി. X -3, X -3. ഈ ട്രിക്ക് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഉഷാറായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈ മൈൻഡ് വികസിക്കും ചെയ്യും, ബ്രഷപ്പ് ചെയ്യും. ആൽജിബ്ര മൈൻഡ് വർക്കാണ്. മൈൻഡിന് നമ്മള് എന്താ ക്ലൂ ഒക്കെ കിട്ടുന്നില്ല. നമ്മള് മത്സരത്തിലൊക്കെ ആൽജിബ്ര ഉപയോഗിക്കാം. S മൈനസ്, ഇത് മനസ്സിലായോ? ഇനി ഒരു ചോദ്യം നിനക്ക് പറയാൻ പറ്റും. ഒരു ചോദ്യം, one question I want from you. You have to make one question. You tell me. Third question. X square ഞാൻ എഴുതി. First time S square as 1 into S square, S square. S square plus 4x. Plus or minus or? Minus. Minus, very good. Minus. എത്ര? 6. ഈ എത്ര ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം? ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ കിട്ടണം. അങ്ങനല്ലേ? Now listen, I am helping you. Listen here. After the next one, you have to do from home.
Okay, okay. Look here. Here, a square, here, plus x. Oh, plus we did before. I am making this minus x. A square minus x. Be careful. ഇവിടെ plus ആണ്. Plus minus x. No, okay. A square minus x. Here plus x, the minus here on. That will work out. Otherwise, you will be again confusion. Minus 30. കുറച്ച് ചിന്തിക്കണം. ഇവിടെ മിഡിൽ ടേം എക്സ് അല്ലേ? What is the coefficient 1 അല്ലേ? We have to get addition 1 and multiplication minus 30. A into B, that means two numbers. A into B minus 30, A plus B 1. 30 factors ചെയ്ത് നോക്ക്. 3 into 10 30 അല്ലേ? പക്ഷെ ആ ഡിഫറൻസ് 30 അല്ലല്ലോ. ഇവിടെ എത്ര 340 വരും. 6 പറ്റുമോ? വെരി പറ്റും. എന്താ പറ്റുക? 6 5 30. 6 minus 5 is 1. അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ? 6 minus 5, correct? Because ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മൈനസ് ആണ്. -6 കൊടുക്കരുത്, കാരണം ഇവിടെ പ്ലസ് ആണ്. അതുകൊണ്ട് ചെറിയ സംഖ്യ മൈനസ് കൊടുക്കും. 6 and minus 5, that is minus 3. Now you can do a square plus 6 minus 5. This minus 5 x minus 80. ഇനി ആ ബാഗ് എന്താണ്? ഇതിന്റെ ബാഗ് ബ്രാക്കറ്റ് അല്ലേ? 2 ബാഗ് നിന്റെ കയ്യിലാണ് തരികയാണ്. നീ ചെയ്യും. x plus 6. S plus 6. X minus 5. X minus 5. Very good, excellent. ഇത് തന്നെ സംഭവം. Factorize split in the middle term. ഇത് കുറെ പ്രോബ്ലം ചെയ്യണം. Can you? Yes. പ്രോബ്ലം ചെയ്യാൻ കഴിയും. ക്വസ്റ്റ്യനിന്റെ ടെക്സ്റ്റ് ബുക്കിലും കുറെ ഉണ്ട്. A² plus BS plus C എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. 6x square, y² minus 5y plus 6. Listen. Now write the homework question. Write 1. Homework. Y² minus 5y. ഇത് നമ്മൾ ചെയ്തോ? y² minus 4. ഇല്ലോ. ആദ്യത്തെ ഏതാ ചെയ്തത്? ആദ്യത്തെ y² plus 5y. y² plus 5y. Okay. Now y² minus 5y plus 6. Okay. Second one. S²